गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ഏപ്രിൽ 6 മുതൽ 12 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മീനം 23 മുതൽ 29 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നിവയാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് രവി, ശനി, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായി മോശമായിരിക്കുകയില്ല. സ്ഥാനഭ്രംശത്തിനും ദുർജന സംസർഗത്തിനും സാധ്യത. ഭയമുണ്ടാകും. ദുഃഖങ്ങൾ വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശത്രുഭയവും പാപപ്രവൃത്തികൾ താൽപ്പര്യവും ഉണ്ടാകും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് രോഗപീഠകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ശനി, രവി, ബുധൻ, ശുക്രൻ എന്നിവരും സഞ്ചരിക്കുന്ന സമയമാണ്. ധനച്ചെലവ് കൂടിയിരിക്കും. കാര്യവിജയവും ശത്രുനാശവും ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യവും സന്തോഷവും ഉണ്ടാകും. നിർഭയനായി ജീവിതത്തെ നേരിടും. സർവകാര്യസിദ്ധി ഉണ്ടാകും. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി ചെയ്യുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനി, രവി, ബുധൻ, ശുക്രൻ എന്നിവരും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ഭാഗ്യദോഷവും അർത്ഥനാശവും ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. മനസ്സിൽ ഭയം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ള നക്ഷത്രങ്ങൾ. ഇവർക്ക് ജന്മത്തിൽ കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും രവിയും ബുധനും ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും ശത്രുശല്യവും ഉണ്ടാകും. ദാരിദ്ര്യ ദുഃഖവും പിതൃതുല്യരായവർക്ക് അരിഷ്ടതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. വാതരോഗങ്ങൾ അലട്ടും. അത്യധികമായ മനോദുഃഖവും അപമാനവും ഉണ്ടാകും. ധനസ്ഥിതി മെച്ചമായിരിക്കും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. അപ്രതീക്ഷിത ഭാഗ്യം തേടിവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ ശനി, സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നിവരും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താന ഗുണം കുറയും. ധനപരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങാനിടയുണ്ട്. വിദ്യാതടസ്സം നേരിടും. ഭയം വർദ്ധിക്കും. കലഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. സ്ഥാനത്തിന് നഷ്ടം സംഭവിക്കും. കർമ്മവൈകല്യം ഉണ്ടാകും. ദുഷ്ചെലവ് നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് രവി, ശനി, ശുക്രൻ, ബുധൻ എന്നിവരും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ശാരീരികമായ സുഖാനുഭവങ്ങൾ സിദ്ധിക്കും. അമിതമായ ചെലവിന് സാധ്യത. അധികാരപരിധി വർദ്ധിക്കും. സ്വജനവിരോധവും ഉറക്കമില്ലായ്മയും ഉണ്ടാകും. കുടുംബസുഖവും സാമർഥ്യവും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. അലച്ചിലും ദൂരദേശ യാത്രകളും വേണ്ടിവരും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ലക്ഷ്മീനാരായണ പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ശനി, രവി, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങൾ ശമിക്കും, ആഗ്രഹസാഫല്യം ഉണ്ടാകും, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. അമിതമായ ചെലവുകൾക്ക് സാധ്യത, ദുഷ്പ്രവൃത്തിയിൽ താൽപ്പര്യം വർദ്ധിക്കും, കാര്യവിജയം, സൗഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും, യാത്രാക്ലേശവും കഷ്ടതയും ഉണ്ടാകും, ശത്രുക്കളിൽ നിന്ന് ആപത്തും മനോവിഷമങ്ങളും പ്രതീക്ഷിക്കാം, അനുഭവഗുണം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് രവി, ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളും കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സിന് അസ്വസ്ഥതകൾ വർദ്ധിക്കും, ഭയമുണ്ടാകും, തൊഴിൽ പുരോഗതി ഉണ്ടാകും, ശാരീരിക സുഖാനുഭവങ്ങൾ ലഭിക്കും, ധനപരമായ അനുകൂലമല്ല, കുടുംബകലഹമുണ്ടാകും, ജപധ്യാനാദികൾക്ക് മുടക്കം സംഭവിക്കാം, സന്താന ഗുണമുണ്ടാകും, ബന്ധുക്കളുടെ സഹായം ലഭിക്കും, കോപം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് സുഖസ്ഥാനത്ത് ആദിത്യൻ, ശനി, ബുധൻ, ശുക്രൻ എന്നിവരും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും മനോവിഷമവും ഉണ്ടാകും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. രോഗങ്ങൾ വർദ്ധിക്കും, വ്രണാദി രോഗങ്ങളും ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രാഗുണവും ബന്ധുസമാഗമവും ഉണ്ടാകാം. അനുഭവഗുണം കുറയും, സന്താന ഗുണവും അധികാരപ്രാപ്തിയും ഉണ്ടാകും. കലഹപ്രവണത ഉടലെടുക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് ശനി, സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും ആരോഗ്യപുഷ്ടിയും ഉണ്ടാകും. മൃഷ്ടാന്നലാഭവും ശയനസുഖവും പ്രതീക്ഷിക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ദാമ്പത്യ സൗഖ്യം കുറയും, വയറിന് അസുഖം ഉണ്ടാകും, ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത, ഗൃഹനിർമ്മാണത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കും, ധനലാഭവും ശത്രുനാശവും ഉണ്ടാകും, ആരോഗ്യവർദ്ധനവും അഭീഷ്ടസിദ്ധിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതിയും ഭദ്രകാളി പ്രീതിയും വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് രവി, ശനി, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും സുഖസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്കും നയനരോഗങ്ങൾക്കും സാധ്യത കാണുന്നു. വാക്കുകൾ ശ്രദ്ധേയമാകും, പലതരം സുഖാനുഭവങ്ങൾ ലഭിക്കും, ബന്ധുഗുണം കുറയും, മാതാവിനോ മാതൃതുല്യർക്കോ അരിഷ്ടതകൾക്ക് സാധ്യത, ശത്രുക്കളുമായി രമ്യതയിലെത്തും, കാര്യങ്ങൾ അനുകൂലമാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ സൂര്യൻ, ശനി, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളും സഹോദര സ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കോപം നിയന്ത്രിക്കണം, ദേഹസൗഖ്യം കുറയും, അന്യദേശയാത്ര വേണ്ടി വന്നേക്കാം, സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത, കളത്രസുഖവും ശയനസുഖവും ഉണ്ടാകും, സ്ഥാനഭ്രംശവും ഇഷ്ടജനങ്ങളുടെ വേർപാടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദരവ്യാധികൾ അലട്ടും, സന്താനങ്ങളെ ചൊല്ലി വ്യസനിക്കാൻ ഇടവരും. പൊതുവെ മെയ് മാസം വരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.